കഴിഞ്ഞ ദിവസമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷിക്കാനുള്ളവരുടെ പ്രായം കൂട്ടിയത്. 45 വയസ്സ് വരെ ആയവരുണ്ട്, 42 ആയവരുണ്ട്, പല രൂപത്തിൽ പ്രായം കൂട്ടി. പ്രായം കൂട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം വന്നു, ആളുകൾക്കൊരു സംശയമുണ്ട്, പെൻഷൻ പ്രായം കൂട്ടുമോ, പെൻഷൻ പറ്റുന്ന പ്രായം കൂട്ടുമോ? ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നാണ് ഒരുപാട് സർവീസ് സംഘടനകളും സർവീസിൻ്റെ ആളുകളും നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകളാണ് ഞാൻ പറയുന്നത്. കൂട്ടോ ഇല്ലെന്ന് ആലോചിക്കേണ്ട ഞാനല്ല, കേരള സർക്കാരാണ്. അതിന് പ്രത്യേകിച്ച് ഈ സർക്കാരിന് കൂട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ ഇനി 1-2 ദിവസത്തിനകത്ത് കൂട്ടുമോ അതും അറിയത്തില്ല. അതേ ഇനി അടുത്ത ഗവൺമെൻറ് വന്നിട്ടാണോ കൂട്ടുന്നത് അതറിയത്തില്ല. എന്തായാലും അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രശ്നം, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പലതരം പെൻഷൻ പ്രായമാണ്. കേന്ദ്രത്തിനൊരു പെൻഷൻ പ്രായം 60, ചില സയൻറ്റിഫിക് ഓർഗനൈസേഷനുകളിൽ 65, ഇവിടെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 62 65 ആണ്. കറക്റ്റ് ആയിരിക്കും, എന്തായാലും 60-ന് മുകളിലാണ്. ചില സ്ഥലങ്ങളിൽ 58, ചില സ്ഥലങ്ങളിൽ 56, ഭൂരിപക്ഷ സ്ഥലത്ത് 56, ചില സ്ഥലങ്ങളിൽ 58, 57 ഇല്ല, ചില സ്ഥലങ്ങളിൽ 60, ചില സ്ഥലങ്ങളിൽ 62, ചില സ്ഥലങ്ങളിൽ 65. എന്തിനാണ് ഇങ്ങനെ വ്യത്യസ്തമായ പെൻഷൻ പ്രായം? ഇത് ഏകീകരിക്കേണ്ടേ? ഒന്നാമത്തെ ചോദ്യം. പങ്കാളിത്ത പെൻഷൻ തീരുമ്പോൾ 60 വയസ്സെന്നുള്ളത് ഇനി കയറുന്ന അഷ്യൂർഡ് പെൻഷൻകാർക്ക് 56-ൽ ഫിക്സ് ചെയ്യുമോ 60-ൽ ഫിക്സ് ചെയ്യുമോ? അടുത്ത ചോദ്യം. മൂന്നാമത്തെ ഒരു ചോദ്യമുണ്ട്, അതാണ് പ്രസക്തമായ ചോദ്യം. 45 വയസ്സിലാണ്, 45 വയസ്സ് വരെ അപേക്ഷിക്കാമെന്ന് പറയുന്ന ഒരാളിന് ഇനി മറ്റിളവുകൾ കൂടെ നോക്കുമ്പോൾ 48 വയസ്സ് വരെ, അതായത് അംഗപരിമിതം, വനിത, പിന്നെ പല ഉണ്ട്, പിന്നെ SC ST, ഇങ്ങനെ പല വിഭാഗങ്ങളിൽ ഇളവ് കൊടുത്തിരിക്കുകയാണ്. എല്ലാം കൂടി ഒരു 45-നും 48-നും ഇടയ്ക്ക് ഒരാൾ 45 പിടിച്ചോളൂ, 48 കിടക്കും. 45 വയസ്സിൽ ഒരാൾ ടെസ്റ്റ് എഴുതിയാൽ 3 വർഷം ടെസ്റ്റ് കിടക്കുമെങ്കിൽ, ലിസ്റ്റ് കിടക്കുമെങ്കിൽ 48-ാമത്തെ വയസ്സിൽ ജോലി കിട്ടും. 48-ാമത്തെ വയസ്സിൽ ജോലി കിട്ടുമ്പോൾ 56-ാമത്തെ വയസ്സിൽ പെൻഷൻ പറ്റണം ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ. അപ്പോൾ 48-ഉം 2-ഉം 50-ഉം 8 വർഷമാണ് സർവീസ് കിട്ടുന്നത്. എന്ത് പെൻഷൻ കിട്ടാനാ? എത്ര രൂപ പെൻഷൻ കിട്ടാനാ? 8 വർഷം സർവീസുകളിലാണ്. എന്ത് PF കിട്ടാനാ? എന്ത് ഗ്രാറ്റുവിറ്റി കിട്ടാനാ? അപ്പോൾ ഇതൊരു വളരെ അശാസ്ത്രീയമായൊരു തീരുമാനമാണ് കേരള സർക്കാർ തെക്ക് വടക്കും വെള്ളിയാഴ്ചയും വ്യവസ്ഥയെ നോക്കാതെ തീരുമാനമെടുത്തിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ, ജപ്പാനായാലും ചൈനയായാലും മറ്റെല്ലാ വിദേശ രാജ്യങ്ങളിലും ചെറിയ പ്രായത്തിലാണ് ജോലിക്ക് കൊടുക്കുന്നത്. 25 വയസ്സിനകം 30 വയസ്സിനകം ജോലി കൊടുക്കും. അപ്പോൾ അവർ ഒരു 10-25 വർഷക്കാലം അവർക്ക് ജോലി ചെയ്യുകയും 25-26 ചിലപ്പോൾ ഒരു 30 വർഷക്കാലം അവർക്ക് ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ട് അവരുടെ സേവനം സമൂഹത്തിന് കൊടുക്കാൻ പറ്റും, അവർക്കും ഗുണം കിട്ടും. ഇതിവിടെ ഇപ്പോൾ എന്തിനാണ് പെൻഷൻ അപേക്ഷിക്കാനുള്ള പ്രായം കൂട്ടി? സ്വവിധിയാണ്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റും. 50 വയസ്സായ വീണ്ടും അപേക്ഷിക്കാൻ പറ്റും, 55 വയസ്സാക്കിയ വീണ്ടും അപേക്ഷിക്കാൻ പറ്റും. അങ്ങനെ കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ? ഇതൊരു പുനർപരിശോധിക്കേണ്ട വിഷയം. ഞാൻ കൂട്ടിക്കൊടുത്തതിനെതിരെ ഇപ്പോൾ PSC ലിസ്റ്റിൽ PSC അപേക്ഷിക്കാനുള്ള പ്രായം കൂട്ടിക്കൊടുത്തതിനെതിരെയോ അങ്ങനെ കുറച്ച് പേരിപ്പോൾ വെളിയിൽ നിൽക്കുകയാണെങ്കിൽ അവർക്കൂടെ അവസരം കിട്ടുന്നതിനെതിരെയോ ഒന്നും നമുക്കൊരു ചർച്ചയുമില്ല. പക്ഷേ കേരള സമൂഹം പുതിയതായി ചർച്ച ചെയ്യേണ്ടുന്ന 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, പെൻഷൻ പ്രായം കൂട്ടുമോ ഇല്ല എന്നുള്ളത് ഗവൺമെൻറ്റിനെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അടുത്ത് വരുന്ന ഗവൺമെൻറ് UDF ആണോ LDF ആണോ? UDFനാണ് ഒരു സാധ്യതയുള്ളത്. അവരിനി പെൻഷൻ പ്രായം കൂട്ടുമോ, അതോ പെൻഷൻ പ്രായം കൂട്ടുമ്പോൾ ഇത് ഏകീകരിക്കുമോ? അങ്ങനെ ഏകീകരിക്കുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും പങ്കാളിത്ത പെൻഷനും അത് ഓപ്ഷണലായി വരുന്ന അഷ്യൂർഡ് പെൻഷനും എങ്ങനെയാണ് ബാധിക്കുക? ഇതിൽ സമഗ്രമായൊരു കമ്മീഷൻ വെക്കേണ്ടതുണ്ട് കേരളത്തിൽ. കാരണം കേരളത്തിലെ 5-5.5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വഴി PSC വഴി അവിടെ ഉണ്ടാകുന്ന ഒഴിവുകൾക്ക് ജോലി കൊടുത്തല്ല കേരളത്തിലെ തൊഴിൽ മേഖലയെ സംരക്ഷിക്കേണ്ടതും ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കേണ്ടതും. അതിനാവശ്യമായ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ചെയ്യേണ്ടത്. ഫാക്ടറികളും വ്യവസായ സ്ഥാപനങ്ങളും മറ്റൊരുപാട് സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ PSC വഴി എല്ലാവരെയും ക്ലർക്ക് മുതലുള്ള ജോലി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റുകയുമില്ല. 45 ലക്ഷം 50 ലക്ഷം ആളുകളാണ് തൊഴിലില്ലാതെ നിൽക്കുന്നത്. 50 ലക്ഷം പേര് എഴുതുമ്പോൾ എത്ര പേർക്കാണ് കൊടുക്കാൻ പറ്റുന്നത്? നമ്മളിവിടെ ക്ലാസ് 4 ജീവനക്കാരുടെയും അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലുള്ള ചെറിയ ക്ലർക്കിൻ്റെയൊക്കെ പോസ്റ്റ് എഴുതുന്നത് എത്ര ലക്ഷം ആളുകളാണ് എഴുതുന്നത്? എന്തിനാണ് അങ്ങനെ എഴുതുന്നത്? അപ്പോൾ ഇത് അവർക്കാർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടോ ജോലി? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊരു പുനർവിചിന്തനം നടത്തേണ്ട കാര്യമുണ്ട്. ഒന്ന്, PSCയിലെ അപേക്ഷിക്കാനുള്ള പ്രായം ഇപ്പോൾ കൂട്ടിയെങ്കിലും അത് പുനർനിശ്ചയിക്കണം. അതുപോലെ പെൻഷൻ പ്രായത്തെ സംബന്ധിച്ചും വളരെ കൃത്യമായ ഒരു ക്ലോസ് കൊണ്ടുവരേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിൽ പല സ്ഥലങ്ങളിലും പല തരത്തിലാണ്. ഇനി ചില സ്ഥാപനങ്ങളിൽ 56 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 57 58 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സെൻറ്റർ
ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് വേറെ ചില ഉടായ്പകൾ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉടായ്പകളാണ്. ഈ ഉടായ്പകളെല്ലാം മാറ്റി കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളിലും എത്ര വയസ്സാണ് പെൻഷൻ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഏകീകരണം കൊണ്ടുവരേണ്ട സമയം കഴിഞ്ഞു. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, പെൻഷനെ സംബന്ധിച്ച് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപ വാങ്ങുമ്പോൾ തൊട്ടടുത്തുള്ള അംഗനവാടിയിൽ വർക്കറായിട്ട് 30 വർഷമോ 40 വർഷമോ സേവനം ചെയ്തവർക്ക് 1500 രൂപയെ പെൻഷൻ ഉള്ളൂ. എന്താ ശാസ്ത്രീയതയാണ്? അവരെന്തിനാണ് അംഗൻവാടിയിൽ പോയി ജോലി ചെയ്തത്? അവരിവിടെ 2000 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിച്ചാൽ പോരെ? 2000 രൂപ വെറുതെ ഒരു ജോലിയും ചെയ്യാത്ത ആളിന് സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ 30 വർഷം ജോലി ചെയ്ത് അംഗനവാടി വർക്കർക്ക് 1500 രൂപയാണ് അവർക്ക് കിട്ടുന്ന പെൻഷൻ. എന്തൊരു ഇല്ലോജിക്കാണത്, എന്തൊരു അശാസ്ത്രീയതയാണത്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കണ്ടേ? അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ എന്നുള്ള നിലയിൽ സോഷ്യൽ വെൽഫെയർ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്നുള്ള കൺസെപ്റ്റ് മാറി സോഷ്യൽ സെക്യൂരിറ്റി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നുള്ള നിലയിൽ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ എന്നുള്ള നിലയിൽ പുതിയ സ്കീമിനെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കണം. അങ്ങനെ ആലോചിക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ കൊടുക്കണമോ എന്നും ആലോചിക്കണം, കൃത്യമായി ആലോചിക്കണം. 56 വയസ്സിൽ റിട്ടയർ ആയിരുന്ന ആളിന് 60 വയസ്സ് വരെ ഒരു താരിഫും 60 വയസ്സിന് ശേഷം 65 വയസ്സ് വരെ 70, ഇങ്ങനെ താരിഫ് കുറച്ച് കൊടുക്കണ്ടേ? 80ാമത്തെ വയസ്സിൽ ജീവിച്ചിരിക്കുന്ന ആളിന് 56ാമത്തെ വയസ്സ് മുതൽ കിട്ടുന്ന DA കിട്ടി അത്രയും വലിയ തുകയുടെ ആവശ്യമുണ്ടോ? ഇനി ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിൽ അവർക്ക് 2 പേർക്കും ഈ പെൻഷൻ, ഇത്രയും പെൻഷൻ്റെ ആവശ്യമുണ്ടോ? ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട സമയമായി, ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട സമയമായി. എന്ന് വിചാരിച്ച് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നവരെ പെൻഷൻ കട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പുതുതായി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നവരുടെ ആനുകൂല്യം നമ്മൾ കട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷേ പുതുതായി ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ്. താരിഫുകളെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. 56 വയസ്സിലോ 60 വയസ്സിലോ ഒരാളിന് പെൻഷൻ പറ്റിയാൽ ആ കാലയളവിൽ ഒരു 65 വയസ്സ്, ഒരു 5 വർഷക്കാലം കൊണ്ട് താരിഫ് കുറഞ്ഞ് പോകണം. കൂടിപ്പോയി DR കൊടുത്തല്ല പോകേണ്ടത്. താരിഫ് കുറഞ്ഞാണ് പോയി അവർക്ക്. പിന്നെ അതേസമയം അപ്പോൾ ഒരു ചോദ്യമുണ്ട്, അവർക്ക് ആരോഗ്യ പ്രശ്നം വരത്തില്ലേ? അവർക്ക് അതിന് നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ, പൊതു ആരോഗ്യ സംവിധാനങ്ങളൊക്കെ വളരെ മെച്ചപ്പെടുത്തുകയും ആ തുകയെടുത്ത് മെച്ചപ്പെടുത്തുകയും, അങ്ങനെ മെച്ചപ്പെടുത്തുന്നതിൽ അവർക്ക് സമ്പൂർണ്ണമായി സൗജന്യമായി കൊടുക്കാനുള്ള സംവിധാനം ചെയ്താലും ബാക്കി സൗകര്യങ്ങൾ ആ പണത്തിൽ ചെയ്യുന്ന സൗകര്യങ്ങൾ മറ്റുള്ളവർക്കും കിട്ടും. ഇതൊക്കെ പുതിയ കാഴ്ചപ്പാടാണ്, പുതിയ ചിന്തകളാണ്. ഇങ്ങനെ ചിന്തിക്കാൻ സർക്കാരുകൾക്ക് കഴിയുമോ? നമ്മൾ തുടങ്ങിയത് പെൻഷൻ പ്രായത്തിൽ നിന്നാണ്. പെൻഷൻ പ്രായം കൂട്ടുമോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ ഒരു വിഷയമാണ്. അത് സർക്കാർ തീരുമാനിക്കട്ടെ. പക്ഷേ പെൻഷൻ പ്രായം കൂട്ടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സമഗ്രമായ രീതിയിലുള്ള ഒരു പെൻഷൻ പ്രായവും പെൻഷൻ ഏകീകരണവും സമഗ്രമായ പെൻഷൻ പ്ലാനും പാക്കേജും കൊണ്ടുവരുമോ പുതിയ ഗവൺമെൻറ് എന്നുള്ളതാണ് കാലം ആവശ്യപ്പെടുന്നത്. അല്ലാതെ വളരെ പ്രായമുള്ളവർക്കും വലിയ തുക പെൻഷൻ കിട്ടുന്നു, സാധാരണ ആളുകൾക്ക് 1500 രൂപ പെൻഷൻ കിട്ടുന്നു, ചിലർക്ക് പെൻഷനേ കിട്ടുന്നില്ല, ചിലർക്ക് EPFൻ്റെ പെൻഷൻ കിട്ടുന്നു, പലർക്കും പല തരത്തിലുള്ള പെൻഷൻ കിട്ടുന്നു. ഇനി സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പെൻഷനുമില്ലാതെ പോകുന്നു. അതുകൊണ്ട് വൺ നാഷൻ വൺ പെൻഷൻ എന്നൊക്കെ പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനിലേക്ക് അല്ലെങ്കിൽ സ്കീമിലേക്ക് രാജ്യവും സംസ്ഥാനവും എന്നാണിനി പോവുക.